ഹായ് ഫ്രണ്ട്സ്, വെൽക്കം ബാക്ക് ടു ചാനൽ. അപ്പൊ ഇന്ന് നമുക്ക് മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാം കേട്ടോ. നമുക്ക് കോവിലൊക്കെ സ്റ്റൈലിലുള്ള മാമ്പഴ പുളിശ്ശേരി ഉണ്ടാക്കാം. അപ്പൊ അതിന് വേണ്ടിയിട്ട് നമ്മൾ ഒരു അഞ്ചാറ് മാങ്ങ എടുത്തിട്ടുണ്ട് കേട്ടോ. നമുക്ക് ഇഷ്ടമുള്ള അത്ര മാങ്ങ എടുക്കാം. നമുക്ക് അതിനുള്ള ക്വാണ്ടിറ്റി കൂട്ടിയാൽ മതിയെന്നുള്ളൂ. അപ്പൊ ഞാനിവിടെ അഞ്ചാറ് മാങ്ങ എടുത്തിട്ടുണ്ട്. അത് നന്നായിട്ട് നല്ല മാങ്ങയിട്ട് നമ്മളെ നാട്ടു മാങ്ങയാണ്. ഇനി ഇത് നന്നായിട്ട് നമ്മൾ വലിയ മാങ്ങ എടുക്കുന്നതിനെക്കാട്ടിലും ടേസ്റ്റ് ഉണ്ടാവും. കുഞ്ഞു കുഞ്ഞു മാങ്ങകളില്ലേ, അത് എടുക്കുന്നതാണ് ഏറ്റവും നല്ലത്. അവിടെ മാങ്ങ എടുത്തിട്ടുണ്ട്. ഇത് നന്നായിട്ടൊന്ന് കഴുകിയിട്ട് നന്നായിട്ട് തൊലിയൊക്കെ പൊളിച്ചിട്ട് നമുക്കിതൊരു മൺചട്ടിയിൽ ഇട്ടുകാണ്ട് ഞാൻ മൺചട്ടിയിലാണ് ഇടുന്നത്. നിങ്ങൾക്ക് വേണമെങ്കിൽ എങ്ങനെയും ചെയ്യാം. അപ്പൊ കുറച്ച് വെള്ളം ഒഴിച്ച് വെക്കുന്നുണ്ട്. ഒരു അര കപ്പോളം വെള്ളം ഒഴിച്ച് വെക്കുന്നുണ്ട് കേട്ടോ. നന്നായിട്ടൊന്ന് ശരിയാക്കി എടുത്തിട്ട് നിങ്ങൾക്ക് കൂടുതൽ മൺചട്ടി ഉണ്ടാക്കണ്ടെന്നാണ് എനിക്ക് പറയാനുള്ളത്. ഇനി കുറച്ച് ഉപ്പ് ഇട്ടിട്ടുണ്ട്. ഇനി ഇത് നന്നായിട്ടൊന്ന് വേവിച്ചെടുക്കണം. ഒന്ന് മൂടി വെച്ചിട്ട് കുറെ നേരം ഒന്ന് വേവിച്ചെടുക്കട്ടോ. ഒരു ഒന്ന് തിളക്കണ വരെ ഒന്ന് വേവിച്ചിട്ട് ഇതിലേക്ക് പച്ചമുളക് ചേർത്ത് കൊടുക്കാം. ഇത്ര പച്ചമുളക് വേണോന്ന് തോന്നും, പക്ഷെ എനിക്ക് എരിവ് ഇഷ്ടമാണ്. അതുകൊണ്ടാണ് ഞാൻ ഇത്ര മുളക് ചേർത്തത്. അധികം എരിവൊന്നുമില്ല. അപ്പോൾ നിങ്ങൾ വേണമെങ്കിൽ ഒരു മുളകൊക്കെ ചേർത്ത് കൊടുത്താൽ മതി. ഇനി ഇല്ലെങ്കിലും കുഴപ്പമില്ല. പിന്നെ നമുക്ക് രണ്ട് സ്റ്റൈലില് മാമ്പഴ പുളിശ്ശേരി എന്ന് പറയുന്നത് ഇങ്ങനെയല്ല കേട്ടോ ഉണ്ടാക്കുക. രണ്ടത് കോവിലൊക്കെ സ്റ്റൈലാണ്, മറ്റേത് ജീരകമൊക്കെ ചേർത്തിട്ടാണ് ഉണ്ടാക്കേണ്ടത്. ഇതൊക്കെ തൽക്കാലം നമുക്ക് ഇങ്ങനെ ഉണ്ടാക്കാം. ഇനി വേറെ ദിവസം നമുക്ക് വേറെ ആയിട്ട് ഉണ്ടാക്കാം കേട്ടോ. ഇനി ഇത് നന്നായിട്ട് മൂടി വെച്ചിട്ട് നമുക്കൊന്ന് വേവിച്ചെടുക്കണം. നന്നായിട്ടൊന്ന് തിളച്ച് വരട്ടെ, അതുവരെ നമുക്ക് വെയിറ്റ് ചെയ്യണം. അതിൻ്റെ ഇടയ്ക്ക് നമ്മളൊന്ന് ഒന്ന് മറിച്ചിട്ട് കൊടുക്കണം കേട്ടോ, എന്നാലേ എല്ലാ ഭാഗത്തും വെന്ത് കിട്ടുള്ളൂ. അപ്പൊ ഇത് ഏകദേശം നന്നായിട്ട് ഇതായിട്ടുണ്ട്, തിളച്ചിട്ട് വന്നിട്ടുണ്ട്. ഇനി നമുക്ക് നന്നായിട്ടൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. എല്ലാ ഭാഗത്തേക്കും നേരത്തെ വേണ്ടിയിട്ട് നമുക്കൊന്ന് മറിച്ച് ഇട്ട് കൊടുക്കാം കേട്ടോ. കുറെ നമ്മള് രണ്ട് ഡിഫറൻസ് എന്താന്ന് ചോദിച്ചാല് അതില് നെയ്യിന്റെ ടേസ്റ്റ് ആണ് നമുക്ക് വരിക. ഈ കോവലൊക്കെ ഇട്ടിട്ട് ഇതിന് നെയ്യിന്റെ ടേസ്റ്റ് ആവും വരിക. ഇതിലേക്ക് നമ്മൾ ഒരച്ചി ശർക്കര പാനിയാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഒരച്ചി തന്നെ വേണേ, അധികം ആവരുത്. അധികം ആയാല് മധുരം കൂടി പോകും. അപ്പൊ നമുക്ക് ഒരച്ചി ശർക്കരന്റെ പാനി നമുക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി അതും വേണ്ട, നിങ്ങൾക്ക് എത്രയാണ് മധുരം വേണ്ടത് അത്ര കൊടുത്താൽ മതി, അധികം വേണ്ട കേട്ടോ. അതിടാ നന്നായിട്ട് അതൊന്ന് തിളച്ച് വന്നിട്ട് വെള്ളം ഒന്ന് വറ്റട്ടെ. എന്നിട്ട് നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളൊക്കെ നമുക്ക് ചെയ്തെടുക്കാം കേട്ടോ. അപ്പൊ ഇത് മിക്സ് നമുക്ക് ശർക്കര പാനി എല്ലാ ഭാഗത്തും എത്താൻ വേണ്ടിയിട്ട് നമ്മളിതൊന്നും മിക്സ് ചെയ്ത് കൊടുക്കണം കേട്ടോ, മറിച്ചിട്ട് കൊടുക്കണം. എന്നാലേ എല്ലാ ഭാഗത്തും ശർക്കര പാനി എത്തുള്ളൂ കേട്ടോ. ഏകദേശം നമുക്ക് എല്ലാവർക്കും ഇത് ഇഷ്ടാവും, കാരണം ഇതിന്റെ ടേസ്റ്റ് ഒക്കെ ഇഷ്ടാവും. പക്ഷെ ചിലർക്ക് ഇഷ്ടാവില്ല കേട്ടോ. നെയ്യിന്റെ ടേസ്റ്റ് ഇഷ്ടമില്ലാത്തവർക്ക് ഒരിക്കലും ഈ മാമ്പഴ പുളിശ്ശേരി ഇഷ്ടാവൂല. നെയ്യിന്റെ ടേസ്റ്റ് ഇഷ്ടമുള്ളവർക്ക് ഇഷ്ടപ്പെടാനും ചാൻസ് ഉണ്ട്. ഒന്ന് ഉണ്ടാക്കി നോക്കാം. ഓക്കെ, നമുക്ക് ഇഷ്ടമല്ലെങ്കിൽ നമുക്ക് പിന്നെ ഉണ്ടാക്കിയാൽ മതിയല്ലോ. അപ്പൊ നമ്മള് നന്നായിട്ടൊന്ന് മിക്സ് ആക്കിയിട്ടുണ്ട്. അപ്പുറപ്പുറമൊക്കെ മറിച്ചിട്ട് കൊടുത്തിട്ട് നമുക്ക് മൂടി വെച്ച് കാണ്ട് വീണ്ടും വേവിച്ചെടുക്കണം കേട്ടോ. ഒരുപാട് നേരം വേവിച്ചെടുക്കണം, എന്നാൽ മാത്രമേ അതിലെ വെള്ളമൊക്കെ ഒന്ന് വറ്റി വരുള്ളൂ കേട്ടോ. ഇത് ശർക്കരപ്പാനി മാത്രം ആവണം. അപ്പൊ ഏകദേശം നമ്മുടെ വെള്ളം വറ്റി വന്നിട്ടുണ്ട്, ഇതിലുള്ള വെള്ളമൊക്കെ വറ്റി വന്നിട്ടുണ്ട്. നമുക്ക് ഇളക്കി കൊടുക്കാൻ കേട്ടോ. അതെല്ലാം മറ്റേ ഒരു കടും കളറായിട്ട് വന്ന എന്താകും, പെട്ടെന്ന് അടി പിടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ അങ്ങനെ പിടിക്കാതിരിക്കാൻ നമ്മൾ നോക്കാം. ഇനി ഒരു ടീസ്പൂൺ നെയ്യ് ഒഴിച്ച് കൊടുക്കാട്ടെ. നിങ്ങൾക്ക് ഏത് നെയ്യ് വേണം എടുക്കാം. ഡാൽഡ ഒഴിച്ച് ബാക്കി എല്ലാ നെയ്യും നമുക്ക് എടുക്കാം. അപ്പൊ നമ്മള് നെയ്യ് ഒഴിച്ച് കൊടുത്തിട്ടുണ്ട്. ഒരു ടീസ്പൂൺ നെയ്യാണ് ഒഴിച്ച് കൊടുത്തത് കേട്ടോ. ഇനി ഇത് നന്നായിട്ട് മിക്സ് ആക്കിയിട്ട് വീണ്ടും നമുക്ക് ഇതൊന്ന് മൂടി വെച്ചിട്ട് വേവിച്ചെടുക്കണം. വേവിക്കണം നിർബന്ധമൊന്നുമില്ല, പക്ഷെ എന്നാലും ഇതിന്റെ ടേസ്റ്റ് കിട്ടാൻ വേണ്ടിയിട്ടാണ് കേട്ടോ. ഇനി നമുക്ക് ഒരു മിക്സിയുടെ ജാറിലേക്ക് തേങ്ങ ഇട്ട് കൊടുക്കുകയാണ്. നമ്മൾ തേങ്ങ എടുത്തിട്ടുള്ളത് 3/4 കപ്പ് തേങ്ങയാണ് എടുത്തിട്ടുള്ളത്. നിങ്ങൾക്ക് എത്രയാണ് ക്വാണ്ടിറ്റി ഉള്ളത് അതിനനുസരിച്ച് നിങ്ങൾക്ക് തേങ്ങ എടുക്കാവുന്നതാണ് കേട്ടോ. ഇതിലേക്ക് നമ്മൾ അര കപ്പ് തൈര് ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അധികം പുളിയില്ലാത്ത തൈരാണ്. പുളിയുള്ള തൈരാണെങ്കിൽ ഒരു 1/4 കപ്പ് അത്രയ്ക്ക് മതി കേട്ടോ. അത്ര വേണ്ട, നമുക്ക് പുളി അതനുസരിച്ച് മാത്രം മതി. ഇതിലേക്ക് നമ്മൾ 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാണ്. അധികം ഇട്ട് പോകരുത്, നല്ല ടേസ്റ്റ് വ്യത്യാസം വരും. ഒരു 1/4 കപ്പ് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. സോറി, 1/4 കപ്പല്ല, ഒരു 1/4 ടീസ്പൂണ് മുളക് പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട്. 1/4 ടീസ്പൂണ് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി ഇത് നന്നായിട്ട് അരച്ചിട്ട് നമുക്ക് വെള്ളം കൂട്ടി അരച്ചിട്ട് നമുക്ക് ഇതിലേക്ക് മിക്സി ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇനി നന്നായിട്ടൊന്ന് വെന്ത് വരട്ടെ. അതിനുള്ള സമയം നമുക്കൊന്ന് വെയിറ്റ് ചെയ്യാം.
ഇത് ചട്ടി നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇതിലേക്ക് നെയ്യ് ഒഴിച്ച് കൊടുക്കട്ടെ. ഞാനിവിടെ 2 ടീസ്പൂണാണ് നെയ്യ് ഒഴിച്ച് കൊടുക്കുന്നത്. നിങ്ങൾക്ക് ഇഷ്ടമുള്ളത്ര നെയ്യ് ഒഴിച്ച് കൊടുക്കുക. ഇതിലേക്ക് കടുക് ഇട്ട് കൊടുക്കുകയാണ്. 2 ടീസ്പൂൺ കടുക് ഇട്ട് കൊടുത്തിട്ടുണ്ട് കേട്ടോ. നിങ്ങൾക്ക് എത്ര വേണ്ടത് അതിനനുസരിച്ച് ഞാൻ ഒരുപാട് മാമ്പഴം എടുത്തില്ല, അപ്പൊ അതുകൊണ്ടാണ് ഇങ്ങനെ ചെയ്യുന്നത് കേട്ടോ. കടുകൊക്കെ പൊട്ടിയപ്പോൾ ഇതിലെടുക്കാതെ വെക്കണം. ഓക്കെ, നമ്മൾ ഇതിലേക്ക് ഉലുവ ഇട്ട് കൊടുക്കാണ്. 1/2 ടീസ്പൂൺ ഉലുവ മതി. പിന്നെ കറിവേപ്പിൻ്റെ ഇട്ട് കൊടുത്തിട്ടുണ്ട്, അത് നമുക്ക് ആവശ്യത്തിന് മതി. ഇനി നന്നായിട്ട് മിക്സ് ചെയ്തതിന് ശേഷം നമ്മൾ മാമ്പഴ പുളിശ്ശേരിക്ക് ചേർത്ത് കൊടുക്കുകയാണ്. പെട്ടെന്ന് കഴിഞ്ഞു, ഇത്രയേ ഉള്ളൂ. നമുക്ക് അധികം ഇതിന്മേൽ മെനക്കെടാനൊന്നുമില്ല കേട്ടോ. ഇത്രയേ ഉള്ളൂ, അധികം ഒന്നും പണിയൊന്നുമില്ല. പക്ഷെ ടേസ്റ്റ് നല്ലതാണ് കേട്ടോ. പുട്ടിന്റെ കൂടെ ടേസ്റ്റ് നല്ലതാണ്, നല്ല ടേസ്റ്റാണ് പുട്ടിന്റെ കൂടെ കഴിക്കാൻ വേണ്ടിയിട്ട്. ഒന്ന് കഴിച്ചു നോക്കണേ. പുട്ടിന്റെ കൂടെ നല്ല ടേസ്റ്റ് ഉണ്ട്. ചോറിന്റെ കൂടെ അത്ര ടേസ്റ്റ് ഇല്ലാന്ന് തോന്നുന്നു, പക്ഷെ പുട്ടിന്റെ കൂടെ അടിപൊളിയാണ്. അതുപോലെ നമ്മുടെ മാമ്പഴ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട്. എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും ഫോളോ ചെയ്യാനും മറക്കണേ. യൂട്യൂബിലാണ് കാണുന്നതെങ്കിൽ അപ്പോൾ നിങ്ങൾ സബ്സ്ക്രൈബ് ചെയ്യുക. ഫേസ്ബുക്കിലാണ് കാണുന്നതെങ്കിൽ നിങ്ങൾ ഫോളോ ചെയ്തിട്ട് ലൈക്ക് ചെയ്യണേ.